ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കോൺഗ്രസ് ബന്ധങ്ങളുടെ ചുരുളഴിയുമ്പോൾ എങ്ങനെയൊക്കെ തടിയൂറാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നോക്കുന്നത്. എന്നാൽ നിരന്തരം എന്തൊക്കെയോ ആധികാരികമായി വിളിച്ചു പറഞ്ഞ് സ്ഥിരം വെട്ടിലാകുന്ന BRM ഷഫീർ ഒരു പുതിയ കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ്. സോണിയാഗാന്ധിക്ക് മാരക അസുഖമായിരുന്നുവെന്നും ഇതിനുള്ള പ്രതിവിധിയായി ശബരിമലയിൽ പൂജിച്ച ചരടുമായാണ് പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയതെന്നും അതാണ് കെട്ടിക്കൊടുത്തതെന്നുമാണ് ഷഫീർ പറഞ്ഞത്. പറഞ്ഞു കഴിയേണ്ട താമസം ഷഫീർ വീണ്ടും വെട്ടിലായി. തങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും കൈ കഴുകാൻ ശ്രമിക്കുമ്പോഴാണ് BRM ഷഫീർ ഇങ്ങനെയൊരു ബോംബ് പൊട്ടിച്ചത്. സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിക്കൊടുക്കുമ്പോൾ പോറ്റിയുടെ പേരിൽ കേസുണ്ടോ എന്നതാണ് BRM ഷഫീറിന്റെ മറ്റൊരു വാദം. ഇങ്ങനെ പോയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പന്റെ ദൂതനാണെന്നത് ഉൾപ്പെടെ പറയാനും മടിക്കില്ല. തങ്ങൾക്ക് നേരെ വരുന്നതൊന്നും വിവാദങ്ങളല്ല എന്നാണ് ഇതിൽ നിന്നും BRM ഷഫീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്നെയും പറയുന്നത്. അല്ലെങ്കിലും കോൺഗ്രസിന് നേരെ വരുന്നതൊക്കെ സ്വാഭാവികമാണത്രേ. എന്തായാലും അന്വേഷണം കോൺഗ്രസിലേക്ക് എത്തുമ്പോഴുള്ള VD സതീശന്റെയും മറ്റു നേതാക്കളുടെയും പരിഭ്രാന്തിയിൽ നിന്നും പരവേശത്തിൽ നിന്നും ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ചിത്രമെടുത്തിരുന്ന അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന്റെ പേര് ഉയർന്നു വന്നത് സോണിയയുമായുള്ള ചിത്രം പുറത്തു വന്നപ്പോഴാണ്. പോറ്റിയെ KT എന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് സോണിയയുടെ ഓഫീസിലാണ്. ഒപ്പം ശബരിമലയിലെ സ്വർണം വാങ്ങിയ വ്യാപാരിയും ഉണ്ടായിരുന്നു. വിളിച്ചപ്പോൾ പോയതാണ് എന്നാണ് അടൂർ പ്രകാശ് മറുപടിയായി പറഞ്ഞത്. അങ്ങനെ വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് മഹാ തട്ടിപ്പുകാർക്ക് സോണിയയുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് എന്നും ആരാണ് ഇതിന് ഉത്തരവാദി എന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. രാജ്യത്തെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് സോണിയാഗാന്ധിയെ സന്ദർശിക്കാമെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയായി പോറ്റിയെ സോണിയാഗാന്ധിയുടെ ഓഫീസിൽ ആരെങ്കിലും കൊണ്ടുപോയതായി അറിയില്ലെന്നുമായിരുന്നു ആന്റോ ആന്റണി ആദ്യം പറഞ്ഞത്. രാജ്യത്തെ മതന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ വിവിധ കാര്യങ്ങൾക്കായി സോണിയാഗാന്ധിയുടെ ഓഫീസ് സന്ദർശിക്കാറുണ്ടെന്നും മുൻപൊരിക്കൽ സോണിയാഗാന്ധിയെ കാണാൻ പോയപ്പോഴാണ് പോറ്റിയെ കണ്ടതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്.